വിവേകവും വിശേഷ ബുദ്ധിയുമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജീവിത മൂല്യങ്ങളും മാനുഷിക മൂല്യങ്ങളുമുണ്ട്. ആ ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ മാത്രമേ ഒരു മനുഷ്യനായി, ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യരൂപേണ മൃഗാചരന്തി എന്ന് പറയുന്നത് പോലെ മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങളായി മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതിൽ നിന്നും വ്യത്യസ്തമായി ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യനായി ജീവിക്കുവാൻ ഉതകുമാറുള്ള അവസ്ഥാവിശേഷം സൃഷ്ടിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ്. അതിന് നിദാനമായി സാധാരണ ആളുകൾ സ്വീകരിക്കുന്നത് മതത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ്. മതങ്ങൾ നൽകുന്ന മഹത്തായ ആശയങ്ങൾ, മതങ്ങൾ നൽകുന്ന മഹത്തായ ഉത്ബോധനങ്ങൾ, മതദർശനങ്ങൾ, അതുപോലെ തന്നെ മതാചാര്യന്മാരുടെ മഹത്തായ ഉത്ബോധനങ്ങളെല്ലാം മനുഷ്യനെ നന്നാക്കുവാനും ഒന്നാക്കുവാനും ഉള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉത്ഭൂതമായിട്ടുള്ള എല്ലാ ദാർശനിക സംഹിതകളും അത് കേവലം ആധ്യാത്മികപരമായി മാത്രമല്ല, ഭൗതിക പ്രത്യയ ശാസ്ത്രങ്ങളും എല്ലാം നാം പരിശോധിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ആകത്തുക എന്ന് പറയുന്നത് മനുഷ്യൻ നന്നാകുവാനുള്ളതാണ്. അതുവരെ മനുഷ്യൻ നന്നാകുവാനുള്ളതാണ്. പക്ഷേ ഈ നന്നാകലിൻ്റെയും ഒന്നാകലിൻ്റെയും പാതയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിന് വിഘാതം സംഭവിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള മാനവ മൈത്രി സംഗമങ്ങൾ സംഘടിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് നാം പോകുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, വിചാരിക്കേണ്ടതുണ്ട്.